ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് പുതിയ വിശേഷങ്ങളിലേക്ക് പോയാലോ. അങ്ങനെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതായത് രണ്ട് അമ്മമാരാണ് ഇവിടെ വിലപ്പെട്ട രണ്ട് സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നത്. എല്ലാ സത്യവും പ്രഭാവതിക്ക് ആദ്യം മുതൽ തന്നെ അറിയാവുന്നതാണ്. എന്നിട്ട് പ്രഭാവതി ജഡ്ജിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോലും എല്ലാം മറച്ചു വെച്ചു. അടുത്തത് അരുന്ധതിക്കറിയാം തൻ്റെ മകനൊന്നും സംഭവിച്ചിട്ടില്ല, തൻ്റെ കൺമുന്നിൽ ഇപ്പോഴും ആൾ സേഫായിട്ടിരിക്കുന്നുവെന്ന്. പക്ഷേ അരുന്ധതി എന്താ ചെയ്യുന്നത്? അരുന്ധതി മകന് കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടമ്മമാരും സത്യം മറയ്ക്കുമ്പോൾ രണ്ടമ്മമാരോടും സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ജഡ്ജിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവാണ്. ഇതിങ്ങനെ ഇട്ടാൽ പറ്റത്തില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അല്ലെങ്കിലും ഇത്രയും വലിയൊരു കൊലപാതകമാണ്, അതിലെന്തെങ്കിലും ഒരു ലൂപ്പ് കോൾ അദ്ദേഹത്തിന് കണ്ടെത്താനാവുമല്ലോ. അങ്ങനെ ആ അരുന്ധതിയുടെ സംസാരത്തിലും അവരുടെ ആ ഒരു രീതിയിലും എല്ലാറ്റിലും തന്നെ അദ്ദേഹം സത്യം കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നിട്ട് നേരെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരികയാണ്. അവിടെ എല്ലാവരും ആകെ പേടിച്ചു വിറച്ചാണ് നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഹരി വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ടും അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നന്ദ കീഴടങ്ങണമെന്ന്. കുറ്റപത്രമെല്ലാം അദ്ദേഹം തന്നെ തയ്യാറാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നന്ദനെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് കരുതിയിട്ട് അവരൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ അരുന്ധതിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ പോയ സമയത്ത് അവരുടേതായിട്ടുള്ള മൊഴിയിൽ നിന്ന് ചില വൈരുദ്ധ്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവരെന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. സാധാരണ ആ അമ്മമാർ ഇങ്ങനെയൊന്നും അല്ല പെരുമാറുന്നത്. പ്രത്യേകിച്ച് മകനെ കാണാതായ അമ്മയുടെ മുഖത്തുള്ള ആ ഒരു സങ്കടമോ ഒന്നും തന്നെ ആ അരുന്ധതിയുടെ മുഖത്തില്ലായിരുന്നു. അവർ വളരെ നോർമലിയാണ് സംസാരിച്ചത്. ഞാൻ അവരുടെ മനസ്സറിയാൻ വേണ്ടി പറഞ്ഞു, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ സഹായിക്കാമെന്ന്. എന്നിട്ട് പോലും അവർക്കാണെങ്കിൽ യാതൊരുവിധ സന്തോഷമില്ല. അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അത് കേട്ട് പ്രഭാവതി ആ കമ്പരം നിൽക്കുകയാണ്. കാരണം അവരും കരുതുന്നത് ഋഷി മരിച്ചെന്ന് തന്നെയാണ്. എന്തായാലും എനിക്ക് നന്ദനെയും കൊണ്ട് ഒരിടത്തേക്ക് പോകേണ്ടി വരും, നന്ദൻ എന്നോടൊപ്പം വരണം. അത് കേട്ട് പ്രഭാവതി കരയാണ്. നന്ദനെയും കൊണ്ട് അങ്ങനെ അദ്ദേഹം പോകുന്നുണ്ടെങ്കിൽ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് അവർക്കറിയാം. എന്നാൽ അദ്ദേഹം പോകുന്നത് വേറെങ്ങുമല്ല. നേരത്തെ നന്ദൻ പറഞ്ഞ സ്ഥലങ്ങളില്ലേ, അതായത് ഋഷിയുമായിട്ട് നടന്ന ആ ഒരു കോലാഹലം നടന്ന സ്ഥലം, അത് കഴിഞ്ഞിട്ട് വലിച്ചിഴച്ചുകൊണ്ട് പോയ ആ ഒരു സ്ഥലം, അത് കഴിഞ്ഞിട്ട് നന്ദൻ കുഴിച്ചുമൂടി എന്ന് പറയുന്ന സ്ഥലം, അത്രയും സ്ഥലത്ത് പോയാൽ മാത്രമേ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം വീണ്ടും വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ താൻ ഇന്ന് ഈ വീട്ടിലെ അവസാനമായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് നന്ദനാണെങ്കിൽ വളരെയധികം സങ്കടത്തിൽ മാറി നിൽക്കുകയാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കുറേ കാലം ഇനി ജയിലിൽ കിടക്കാനുള്ളതാ. വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും താൻ ഈ വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് പോലും തനിക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അതൊക്കെ ഓർത്തിട്ട് നന്ദനാകെ ടെൻഷനിലാണ്. അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല ഹരിയേട്ടാന്നൊക്കെ പ്രഭാവതിയും ചോദിക്കുന്നുണ്ട്. അറസ്റ്റ് ഒന്നുമല്ല, ഇത് മറ്റൊരു കാര്യത്തിനാണ്. എന്തായാലും ആ അരുന്ധതിയുടെ മൊഴിയിൽ നിന്ന് ചില വൈരുദ്ധ്യങ്ങൾ, എനിക്ക് സത്യം തെളിയിക്കണം. അത് കേട്ട് നന്ദൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അങ്കിൾ, യഥാർത്ഥ സത്യം ഞാനല്ലാതെ മറ്റാരാ പറയേണ്ടത്? ഞാൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് അങ്കിൾ എന്നെ കൊണ്ടുപോയിക്കോളൂ. ഇനി കൂടുതൽ രഹസ്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നിൽക്കേണ്ട. നന്ദൻ അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ട്. അദ്ദേഹം ഇങ്ങനെ ചികഞ്ഞെടുത്താൽ കെവിൻ്റെയും ഇസബെല്ലയുടെ കാര്യം വെളിച്ചത്തിലാകും. അതുകൊണ്ടൊക്കെ തന്നെയാണ് കെവിൻ അത്യാവശ്യമായിട്ട് ഋഷിയെ കാണാനായിട്ട് വരികയാണ്. എന്തിനാണ് ജഡ്ജി വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എന്നെ അരുന്ധതി പൊട്ടിത്തെറിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇവനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നോക്കിക്കോ, ആ ജഡ്ജി ഉറപ്പായിട്ടും അവനെ രക്ഷിക്കും. പിന്നീട് നന്ദൻ്റെ നിരപരാധിത്വം ദേവികയ്ക്ക് മനസ്സിലാവും. അവളിപ്പോൾ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും നോക്കിക്കോ, അവളാണെങ്കിൽ തിരിച്ച് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകും. പിന്നെ അവരുടെ കാര്യങ്ങളിൽ എല്ലാം പഴയതുപോലെയാകും. പക്ഷേ ഋഷിയുടെ കാര്യമോ? ചീറ്റിംഗ് കേസിൽ കുറേ കാലം അകത്ത് കിടക്കേണ്ടി വരും. ഇതിനൊക്കെ ആര് സമാധാനം പറയും? അത് കേട്ട് കെവിൻ പറയുന്നുണ്ട്, മാഡം, എന്തായാലും ഋഷി കുറച്ചു കാലം മാറി നിൽക്കുന്നത് നല്ലതാണ്. ഒരു കാരണവശാലും ഋഷി ഇപ്പോൾ അവരുടെ കണ്ണിൽ പെടരുത്. അങ്ങനെയായാൽ ഋഷിക്ക് മാത്രമല്ല ഞങ്ങൾക്കും ദോഷമാണ്. കാര്യങ്ങളെല്ലാം അവർ കണ്ടുപിടിക്കും. ഞങ്ങളാണ് ഇതിനെ സഹായിച്ചത് എന്നുകൂടെ കണ്ടുപിടിച്ചാൽ ഞങ്ങളെയും കൂട്ടുപ്രതികളാക്കും. അരുന്ധതി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയണ്ട, എല്ലാം വരുത്തി വെച്ചത് നിങ്ങളൊക്കെ തന്നെയാണ്. ഇവന് ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് നിങ്ങളെല്ലാവരും കൂടെ നിന്നു.
അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അത് കേട്ട് ഋഷി പറയുന്നുണ്ട്, എന്തായാലും ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല. അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ചന്ദ്രത്ത് വീട്ടിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും. അരുന്ധതി ചോദിക്കുന്നുണ്ട്, നീ നിർത്തുന്നുണ്ടോ? എന്തായാലും നീ ഞാനും തമ്മിലുള്ള ആ ഒരു സമാധാന ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ നീ മരണത്തിൽ നിന്ന് നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആ പെൺകുട്ടിയെ മറന്നിട്ടാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊട്ടും ശരിയായ കാര്യമല്ല. അത് കേട്ടിട്ട് ഋഷി പറയുന്നുണ്ട്, അമ്മയ്ക്ക് വലുത് ഞാനാണോ അവരാണോ? നീ അങ്ങനെയൊന്നും പറയണ്ട. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞു. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഇത് നമ്മൾ വലിയ വലിയ ദുരന്തത്തിലേക്കായിരിക്കും നയിക്കുന്നത്. അത് കേട്ടിട്ട് കെവിനും ആകെ പേടിയാവുന്നുണ്ട്. അതേസമയം ഇസബെല്ലയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവൾക്കും ഭയങ്കരമായിട്ട് ഷോക്കാവാണ്. കാരണം ഇപ്പോഴുള്ള ഈ ഒരു കേസ് സാധാരണക്കാരനായ ഒരു വക്കീലിൻ്റെ കയ്യിലല്ല, പിന്നെ ന്യായം വിധിക്കുന്ന ന്യായാധിപൻ്റെ കയ്യിലാണ്, പ്രത്യേകിച്ച് നന്ദൻ്റെ ബന്ധുവും. അതുകൊണ്ട് തന്നെ നന്ദനെ രക്ഷപ്പെടുത്താൻ അവർ പല വഴികളും തേടും. എന്തായാലും തെളിവ് തന്നെയാണ് വേണ്ടത്. പക്ഷേ എങ്ങനെ? ഋഷി അങ്ങ് ഇല്ലാതാക്കിയാൽ അതോടുകൂടെ തങ്ങൾക്ക് രക്ഷപ്പെടാനാകും. പക്ഷേ അതിന് കെവിനാണെങ്കിൽ കൂടെ നിൽക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് അവൾക്കും ആകെ ടെൻഷനാവാണ്. എന്തായാലും അവരുടെ ഒരു അസ്തമയമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഇതുവരെ അവർ എല്ലാവരുടെ മുന്നിൽ ജയിച്ചു നിന്നു. പാവം പിടിച്ച ദേവികയുടെ ജീവിതം കുട്ടിച്ചോറാക്കി. അതിന് പകരമായിട്ട് അവർക്ക് കിട്ടുന്ന ഗംഭീരം തിരിച്ചടി തന്നെയാണിത്. നന്ദനാണെങ്കിൽ തന്നെ ഇപ്പോൾ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നന്ദനും കഴിയുന്നത്. എന്നാൽ നോക്കിക്കോ, ഈ ഹരി നേരെ നന്ദനെ കൊണ്ടുപോകുന്നത് ആ തെളിവെടുപ്പ് സ്ഥലങ്ങളിൽ തന്നെയായിരിക്കും. അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ പല തെളിവുകളും കിട്ടും. പിന്നീട് ആ കുഴിമാടത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഋഷി പോയിട്ട് ഒരു പൂട പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ആ സത്യങ്ങളെല്ലാം വെളിപ്പെടാനായിട്ട് പോവുകയാണ്. നന്ദൻ പേടിക്കുന്ന പോലെ അല്ല സംഭവിക്കാൻ പോകുന്നത്. മറിച്ച് നന്ദനാണെങ്കിൽ രക്ഷപ്പെടാനുള്ള വലിയൊരു വഴിയാണ് ഈ ഹരി ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ദേവിക ഇടയ്ക്കിടയ്ക്ക് നേരെ സിദ്ധാർത്ഥനെ വിളിക്കുന്നുണ്ട്. കാര്യങ്ങൾ എന്തായച്ചാൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്നിപ്പോൾ ഹരിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഹരിയേട്ടനും നന്ദുവും കൂടെ പുറത്തു പോയിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് അറിയില്ല. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഹരിയേട്ടൻ ഞങ്ങളോട് പറഞ്ഞേനെ. ഇത് അങ്ങനെയൊന്നുമല്ല, മറ്റെവിടേക്കോ ആണ്. അത് കേട്ട് ദേവിക പറയുന്നുണ്ട്, നന്ദു തന്നെ പറയുന്നുണ്ട് നന്ദു കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഇനി ഹരിയെങ്കിലും മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? നന്ദുവിനെ രക്ഷപ്പെടുത്താൻ മറ്റെന്തെങ്കിലും വഴി തേടുകയാവോ? അത് കേട്ട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നന്ദു ഋഷിയെ കൊന്നു പറയുന്നു. പക്ഷെ അതിന് തെളിവുകളോ ദൃക്സാക്ഷികളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ കേസിൽ നന്ദനെ രക്ഷപ്പെടുത്താനായിട്ട് ഹരിയേട്ടന് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും മോള് പേടിക്കേണ്ട. നിയമത്തിൻ്റെ വഴിയിൽ തന്നെ നീങ്ങുന്നതുകൊണ്ട് നമുക്കിനി ഒന്നും തന്നെ ഭയക്കേണ്ട കാര്യവുമില്ല. അത് കേട്ട് അവൾ പറയുന്നുണ്ട്, നന്ദുവിന് ഇപ്പോൾ വേണ്ടത് മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ടാണ്. അത് അച്ഛൻ കൊടുക്കണം. അത് കേട്ടിട്ട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് ഞാനല്ലല്ലോ കൊടുക്കേണ്ടതെന്ന്. ഇനിയാണ് കിടിലൻ ട്വിസ്റ്റുകൾ നടക്കാനായിട്ട് പോകുന്നത്. കാരണം ഇനി കുഴിമാടം പരിശോധിക്കുമ്പോഴാണ് ആ യഥാർത്ഥ സത്യം മുഴുവനും പുറത്തു വരുന്നത്. എന്തായാലും ആ വിശേഷമായി വീണ്ടും കാണാം.